ഹായ് അസ്സലാമലൈക്കും. അപ്പോൾ ഇന്ന് നമ്മൾ വെറുതെ കളയുന്ന കുറച്ച് പച്ചക്കറികളുടെ വേസ്റ്റും അങ്ങനെ വീട്ടിൽ നമ്മൾ ഉപയോഗിക്കാത്ത കുറേ സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് വീട്ടിൽ തന്നെ കമ്പോസ്റ്റ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഇതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് നമുക്ക് ചെടികൾക്ക്. അപ്പോൾ അതുപോലെ തന്നെ സ്മെല്ലും കാര്യങ്ങളൊന്നും ഇല്ലാതെ വളരെ നീറ്റായിട്ട് എങ്ങനെയാണ് ചെയ്യാൻ പറ്റുകയെന്നും കൂടെ ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക. അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് ഇതുപോലൊരു പാത്രം, അടിയിൽ ഹോളുള്ള ഒരു പാത്രം തന്നെ വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചട്ടിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് വലിയ ബക്കറ്റൊക്കെ ആണെങ്കിൽ അടിയിൽ ഹോളാക്കിയാലും മതി. അപ്പോൾ ആദ്യം കുറച്ച് തന്നെ നമുക്ക് കരിയിലയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കരിയില അതേപോലെ തന്നെ അട്ട കടലാസിൻ്റെ അല്ലെങ്കിൽ ന്യൂസ് പേപ്പറൊക്കെ ചേർത്ത് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്കതിൽ കാർബൺ എന്ന മൂലകം കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്കിതിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്കിതിൽ ആഡ് ചെയ്യാനുണ്ട്. അപ്പോൾ അതിൽ മാത്രമേ നമുക്ക് കുറേ വിറ്റാമിൻസുകളും അതേപോലെ തന്നെ അതിൽ വേണ്ട മൂലകങ്ങളൊക്കെ കൃത്യമായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇതൊക്കെ ചേർക്കുന്നത് നമുക്ക് കാർബൺ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് ഇതേ സ്റ്റെപ്പ് ഫോളോ ചെയ്താൽ മാത്രമേ നമുക്ക് സ്മെല്ലും കാര്യങ്ങളും ഒന്നുമില്ലാതെ തന്നെ നല്ല നീറ്റായിട്ടുള്ള ജൈവവളം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. പിന്നെ അടുത്ത സ്റ്റെപ്പായിട്ട് നമ്മൾ ചെയ്യുന്നത് ചകിരിച്ചോറ് ആഡ് ചെയ്യാനാണ്. അപ്പോൾ ചകിരിച്ചോറ് ഇല്ലാത്തവരാണ് വെച്ചാൽ മണ്ണ് ആഡ് ചെയ്താലും മതി. അപ്പോൾ നമുക്ക് ചകിരിച്ചോറ് ആഡ് ചെയ്യുന്നത് കൊണ്ടെന്ന് വെച്ചാൽ നമുക്കിതിലൊരു ഈർപ്പം നിലനിർത്തേണ്ട ആവശ്യമുണ്ട്. എന്നാൽ മാത്രമേ ഇത് കമ്പോസ്റ്റ് ആക്കി കിട്ടുള്ളൂ. അപ്പോൾ ചകിരിച്ചോറാകുമ്പോൾ നമുക്കതിൽ ഈർപ്പം പിടിച്ചു നിർത്താനും അതേപോലെ തന്നെ അതിൽ നമുക്ക് കമ്പോസ്റ്റ് കറക്റ്റ് പ്രക്രിയയിൽ നടക്കാനും സഹായിക്കും കേട്ടോ. അപ്പോൾ കഴിയുന്നതും ചകിരിച്ചോറ് തന്നെ ഇടാൻ നോക്കുക. അപ്പോൾ ഇതിൻ്റെ മേലോട്ട് ഞാൻ കുറച്ചും കൂടെ മണ്ണിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും എന്താ പൂച്ച എനിക്ക് തിന്നാനുള്ളത് വല്ലതാണോ നോക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഞാൻ വേഗം അതിനെ അങ്ങോട്ട് ഓടിച്ചു വിട്ടിട്ടുണ്ട് കേട്ടോ, കാരണം വീഡിയോ എടുക്കുന്ന കാരണം. അപ്പോൾ ഞാൻ കുറച്ച് പഴത്തൊലി അതുപോലെ 2 ദിവസത്തേക്കുള്ള കിച്ചണിൻ്റെ വേസ്റ്റുകളാണ്. അപ്പോൾ ഇതുപോലെ ഉള്ളിത്തോലും പഴത്തൊലിയിലൊക്കെ കൂടുതലായിട്ട് പൊട്ടാസ്യം അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ അതും നമ്മുടെ ചെടികൾക്കൊക്കെ കിട്ടുന്നത് ഏറ്റവും നല്ലതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കമ്പോസ്റ്റ് ചെയ്യാമെന്ന് വെച്ചാൽ നമ്മൾ ഒന്നിലധികം മൂലകങ്ങൾ നമുക്ക് വേണം. എന്നാൽ മാത്രമേ കറക്റ്റ് കമ്പോസ്റ്റ് ആയിട്ട് നമുക്ക് ചെടികൾക്കൊക്കെ നല്ലോണം നമുക്ക് ഇട്ട് കൊടുക്കാനും അതേപോലെ തന്നെ നമ്മൾ വിചാരിച്ച പോലെ എല്ലാം നന്നായി പൂക്കാനും കായ്ക്കാനും ഒക്കെ തുടങ്ങുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് പച്ചക്കറിയിൽ എന്തൊക്കെ വേസ്റ്റ് ഉണ്ടോ അതൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അത്രത്തോളം മൂലകങ്ങൾ നമുക്ക് നമ്മുടെ ചെടികൾക്ക് കിട്ടാവുന്നതാണ്. ചെടികൾക്ക് എപ്പോഴും വെള്ളം മാത്രം പോരാ കേട്ടോ, ഇതുപോലെ കുറേ ഫുഡുകളും കൂടി ചെടികൾക്ക് കൊടുക്കണം. അപ്പോൾ അതിൻ്റെ മേലോട്ട് കുറച്ചും കൂടെ മണ്ണും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ മണ്ണ് എന്തിനാണ് ആഡ് ചെയ്ത് കൊടുക്കണമെന്ന് വെച്ചാൽ നമുക്ക് ഒട്ടും തന്നെ സ്മെല്ലോ അതുപോലെ തന്നെ നമുക്ക് നല്ല ഡ്രൈ ആയിട്ടുള്ള കമ്പോസ്റ്റ് തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരുപാട് നമുക്കിങ്ങനെ ഒരുപാട് ലിക്വിഡ് പോലെ ആകുമ്പോൾ നമുക്കത് സ്മെല്ലും കാര്യങ്ങളൊക്കെ ആവും. അപ്പോൾ കറക്റ്റായിട്ടുള്ളത് കിട്ടാൻ വേണ്ടിയിട്ടാണ് മണ്ണ് ഇടയ്ക്കിടയ്ക്ക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ നമുക്കിത് വീടിനകത്ത് തന്നെ വെക്കുക, നമുക്ക് ധൈര്യത്തിൽ വെക്കാൻ പറ്റും, സ്മെല്ലും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല കേട്ടോ. നമുക്കിതിൽ നോൺ വെജ് ആഡ് ചെയ്യണം വെച്ചാലും ആഡ് ചെയ്യാം, കുഴപ്പമില്ല. അപ്പോൾ ഇതിൽ ധാരാളം മുട്ടത്തോടൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ പൂച്ചയ്ക്കൊരു സംശയം, ഇനിയിപ്പോൾ എനിക്കുള്ള ഫുഡ് പറ്റാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ആൾ വന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നോക്കുന്നത്. അപ്പോൾ എന്നെ കണ്ടതും ആൾ മെല്ലെ അവിടെ നിന്ന് ഇങ്ങോട്ട് മാറിപ്പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു അടുത്തൊരു സ്റ്റെപ്പും കൂടെ ചെയ്യാൻ വേണ്ടി ഞാനൊരു സാധനം എടുക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ കിച്ചണിൽ. അപ്പോൾ നമുക്ക് കിച്ചണിൽ എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് നമുക്കിതിന് വേണ്ടത്. നമുക്കിതിനി പുറത്തുനിന്നൊന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ആളൊക്കെ മണ്ണൊക്കെ മണത്തൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ. അവിടെ എനിക്ക് പറ്റിയ സാധനമാണോ അവർ ഉണ്ടാക്കണമെന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ ഞാനിതാ കിച്ചണിൽ പോയിട്ട് എടുത്തിട്ട് വന്നതാണ്. നമുക്ക് കഞ്ഞിവെള്ളമാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ നമുക്കിതിൽ സാധാരണ നമ്മൾ വെള്ളം ഒഴിക്കണേക്കാളും കുറച്ചും കൂടെ നമുക്ക് ബെസ്റ്റായിട്ടുള്ളത് കഞ്ഞിൻ്റെ വെള്ളം ഒഴിക്കുന്നതാണ്. ആ കഞ്ഞിൻ്റെ വെള്ളം ഒഴിക്കുമ്പോഴാണ് കുറച്ചുകൂടെ നമുക്ക് അതിനുള്ള മിനറൽസും അതുപോലെ തന്നെ മൂലകങ്ങളൊക്കെ നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇത് കറക്റ്റായിട്ട് നമുക്ക് കമ്പോസ്റ്റായി കിട്ടണം വെച്ചാൽ നമ്മൾ ഇട്ടിരിക്കുന്ന പച്ചക്കറികളും അതുപോലെ ഉണക്ക ഇലകളൊക്കെ ഒരിക്കലും ഉണങ്ങി പോവരുത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് വെറ്റ് ചെയ്ത് കൊടുക്കണം. എന്നാൽ മാത്രമേ നല്ല ഒരു കമ്പോസ്റ്റായിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരുപാടായി പോവരുത്, എന്നാൽ പിന്നെ എല്ലാം ഒന്ന് വെറ്റായിട്ടിരിക്കാനും ശ്രദ്ധിക്കണം. പിന്നെ അടുത്തതായിട്ട് യൂസ് ചെയ്യുന്നത് നമുക്ക് തൈരാണ് കേട്ടോ. അപ്പോൾ തൈരും ഏറ്റവും നല്ലതാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ കമ്പോസ്റ്റിൻ്റെ പ്രക്രിയയൊക്കെ നടക്കാം, ഏറ്റവും നല്ലതാണ് കേട്ടോ തൈര്. അപ്പോൾ തൈര് ഉണ്ട് വെച്ച് കഴിയണത് എല്ലാവരും തൈരും കൂടി ആഡ് ചെയ്യാൻ നോക്കുക കേട്ടോ. അപ്പോഴാണ് നമുക്ക് പെട്ടെന്ന് തന്നെ നല്ലൊരു കമ്പോസ്റ്റാക്കി കിട്ടുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ തൈര് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. തൈരിലുള്ളൊരു ബാക്ടീരിയ നമുക്ക് കമ്പോസ്റ്റ് പ്രക്രിയ നല്ല കൃത്യമായിട്ട് നടക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിൽ ആഡ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ അതിൻ്റെ മേലോട്ട് നമുക്ക് ചകിരിച്ചോറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ഇതിൽ ചകിരിച്ചോറും കൂടെ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം
നമുക്കതിൻ്റെ മുകളിലോട്ട് ഒരു ലെയറും കൂടെ മണ്ണിട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പം ഞാനിതൊരു ചെറിയ ചട്ടി ആയതുകൊണ്ടാണ്. അപ്പം നമുക്ക് വേണം വെച്ചാൽ കുറച്ചുകൂടി വലിയ പാത്രമാകുമ്പോൾ നമുക്ക് 2 ദിവസം കൂടുന്തോറും നമുക്കിതൊന്ന് താഴ്ന്ന് കിട്ടും കേട്ടോ. അപ്പോൾ താഴ്ന്ന് കിട്ടുന്നതുകൊണ്ട് തന്നെ നമുക്ക് വീണ്ടും നമുക്കിതിൻ്റെ മേലെ പച്ചക്കറിയൊക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ താഴെ ഇതുപോലൊരു പാത്രം വെക്കാൻ ശ്രദ്ധിക്കുക. കാരണം ഇതിൽ നിന്ന് വരുന്ന വെള്ളം ഏറ്റവും നല്ല ഒരു ജൈവവളമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ചെടികൾക്കൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് വെച്ചാൽ നമുക്കതിൽ പെട്ടെന്ന് കായ്ക്കാനും അതുപോലെ തന്നെ കീടാണുങ്ങളൊക്കെ വരുന്നതൊക്കെ തടയാനും ഒക്കെ നല്ല ഒരു ബെസ്റ്റായിട്ടുള്ള ഒരു ലിക്വിഡാണിത്. അപ്പോൾ ഞാനിത് വെറുതെ ഒന്ന് മൂടി വെച്ചാന്നേ ഉള്ളൂ. നമുക്ക് എയർ ഹോളിലുള്ള ഒരു മൂടിയാണ് നമുക്കിതിന് മൂടി വെക്കേണ്ടത്. അപ്പം ഞാൻ തൽക്കാലം ഒന്ന് മൂടി വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഏകദേശം ഒരു 2 ദിവസം കഴിഞ്ഞപ്പോൾ കുറച്ചും കൂടി സാധനങ്ങൾ ഇടാനുണ്ട്. മെയിനായിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ദിവസം തന്നെ ഇത് ഇടാൻ നോക്കാം. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് മുരിങ്ങൻ്റെ ഇലയും തണ്ടോടും കൂടെ തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അറിയാം നമുക്ക് ഒരുപാട് വിറ്റാമിൻസും കാര്യങ്ങളെല്ലാം ഉള്ളതാണ് മുരിങ്ങയിൽ. അപ്പോൾ അത് നമുക്ക് നമ്മുടെ ചെടികൾക്ക് കിട്ടുകയെന്ന് വെച്ചാൽ അത്രയ്ക്ക് നല്ല ഗുണങ്ങളായിരിക്കും നമ്മുടെ കമ്പോസ്റ്റിന് ഉണ്ടാവുക കേട്ടോ. പിന്നെ വീണ്ടും 2 ദിവസത്തെ പച്ചക്കറികളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ അതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിന് ശേഷം നമ്മൾ ഇതുപോലെ തന്നെ ചകിരിച്ചോറും മണ്ണൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മളെപ്പോഴും ഇടയ്ക്കൊന്ന് വെറ്റ് ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. പിന്നെ അടുത്തതായിട്ട് നമുക്കിതിൽ വേണ്ടത് വേപ്പിൻ്റെ ഇലയാണ് കേട്ടോ. അപ്പോൾ അതും ഏറ്റവും ബെസ്റ്റാണ്. അപ്പോൾ നമ്മുടെ ചെടികളിൽ എന്തെങ്കിലുമൊക്കെ കേട് വരുന്ന അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉള്ള ചെടികളൊക്കെയാണ് വെച്ചാൽ ഏറ്റവും നല്ല ഒരു ജൈവവളമായിരിക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്ത് നമുക്ക് കിട്ടുമ്പോൾ അപ്പോൾ അതിൻ്റെ മുകളിലോട്ട് ചകിരിച്ചോറ് ഇട്ടതിന് ശേഷം പിന്നെ അടുത്തതായിട്ട് നമുക്ക് ഇതേപോലെ തന്നെ കഞ്ഞിവെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഏതാണോ ഉള്ളത്, കഞ്ഞിവെള്ളമാണോ തൈരാണോ ഏതാണെങ്കിലും കുഴപ്പമില്ല, അതിൻ്റെ മേലോട്ട് ഒന്ന് ആക്കി കൊടുക്കുക. ഒരിക്കലും ഇത് വെയിലത്ത് വെച്ച് ഉണങ്ങി പോകാനും പാടില്ല. അതേപോലെ മഴയത്ത് വെച്ച് ഒരുപാട് വെറ്റായി പോകാനും പാടില്ല കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു അടച്ചുറപ്പുള്ള ഒരു മുറിയിലോ അല്ലെങ്കിൽ പുറത്ത് എവിടെയെങ്കിലും വെച്ച് കൊടുത്താലും മതി. അപ്പോൾ ഇതുപോലെ മണ്ണിട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ഒട്ടും തന്നെ സ്മെല്ലിൻ്റെ ഒരു പ്രശ്നവും വരാൻ പോണില്ല കേട്ടോ. അപ്പോൾ ഇത് നമുക്കൊരു എയർ ഹോളുള്ള ഒരു മൂടി തന്നെ വേണം. കാരണം നമുക്കിതിൽ വായു സഞ്ചാരം വേണം, അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ അംശവും വേണം. എന്നാൽ മാത്രമേ നമ്മൾ കമ്പോസ്റ്റ് ആക്കി കിട്ടുള്ളൂ. ഇതുപോലെ ഒരു ഹോളാക്കി കൊടുക്കുകയാണെങ്കിൽ ESF പറഞ്ഞ ഒരു ഈച്ചയുണ്ട്. ആ ഈച്ച അതിൻ്റെ ഉള്ളിലോട്ട് കയറി അതിൽ മുട്ടയിടുകയും അത് പുഴുവായി വിരിഞ്ഞ് അതിലെ വിസർജ്യമാണ് നമുക്ക് ഇങ്ങനെ വളമാക്കി കിട്ടുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ എയർ ഹോളും നല്ല ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ ഇടയ്ക്ക് കഞ്ഞിൻ്റെ വെള്ളവും തൈരൊന്നും ഒഴിച്ചു കൊടുക്കാനും മറക്കരുത്. കറക്റ്റ് ഒരു 30 ദിവസം കഴിഞ്ഞു വെച്ചാൽ ഇതേപോലെ കിട്ടും കേട്ടോ. ഒരു സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. നമുക്ക് ധൈര്യത്തിൽ നമുക്ക് കൈ കൊണ്ട് തന്നെ എടുക്കാൻ പറ്റുന്ന ആ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ജൈവവളം തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഒരു പണിയുമില്ല. നമ്മൾ പ്രത്യേകിച്ച് കടയിൽ നിന്നൊന്നും വാങ്ങിക്കുക പിടിക്കുക ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ചകിരിച്ചോറിന് പകരം അപ്പം നമ്മൾ ചകിരി എടുത്ത് ഇടുകയാണെങ്കിലും മതി കേട്ടോ. നല്ലോണം പിച്ചിയിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിലും മതി. എല്ലാവരും മസ്റ്റായിട്ടും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ വെറുതെ കളയുന്ന കുറച്ച് പച്ചക്കറികൾ മാത്രം മതി കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. അപ്പോൾ സ്മെല്ലും കാര്യങ്ങളും ഒന്നുമില്ലാതെ തന്നെ നമുക്ക് വീട്ടിൽ തന്നെ നല്ലൊരു ജൈവവളം ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതുകൊണ്ട് ഇടുന്നതുകൊണ്ട് എനിക്ക് ഒരുപാട് ഗുണങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ പിന്നാലെ ചെയ്യാവുന്നതാണ്. കാരണം ഇപ്പം തന്നെ വീഡിയോ ഒരുപാട് ലെങ്ത്തായി പോകുന്നത് കൊണ്ട് ഇപ്പോൾ ഒരുപാട് ലെങ്ത് ആകുമ്പോൾ എല്ലാവർക്കും കാണാനൊരു മടിയാണല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ഇതിൻ്റെ ഗുണങ്ങൾ എങ്ങനെയൊക്കെയാണ് കിട്ടിയിരിക്കണമെന്നും അത് വെച്ചിട്ട് ഞാൻ എന്തൊക്കെ പച്ചക്കറിയാണ് ചെയ്തിരിക്കുന്നത് എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് ചെടികൾക്ക് ഒരുപാട് നമുക്ക് മൂലകങ്ങൾ കിട്ടുന്നുണ്ട്. കാർബൺ, അതുപോലെ നൈട്രജൻ, പൊട്ടാസ്യം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കിട്ടുന്നത് കൊണ്ട് തന്നെ ചെടികളെല്ലാം നന്നായി വളരും, കായ്ക്കാനും ഒക്കെ വളരെ ഗുണമുള്ള ഒന്നാണ് കേട്ടോ. നമ്മൾ പുറത്തുനിന്ന് ഒരുപാട് കാശ് കൊടുത്തിട്ട് ജൈവവളം ഒന്നും വാങ്ങിക്കേണ്ട. അതുപോലെ രാസവളങ്ങളൊക്കെ വാങ്ങിച്ച് നമുക്ക് ഒരുപാട് ദോഷങ്ങളൊന്നും വരുത്തിയേക്കേണ്ട കേട്ടോ. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. മസ്റ്റായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഉറപ്പായിട്ട് സ്മെല്ല് കാര്യങ്ങളോ ഒന്നും തന്നെ വരില്ല. അപ്പോൾ അതിൻ്റെ പുഴു വരുന്നത് കൊണ്ട് ആരും ഒന്നും പേടിക്കേണ്ട. കാരണം അതിൻ്റെ കമ്പോസ്റ്റ് നടക്കണ വെച്ചാൽ എന്തായാലും ഉണ്ടാവും. അപ്പോൾ അത് വേണ്ട ആരും ചെയ്യാണ്ടിരിക്കണ്ട കേട്ടോ. അപ്പോൾ ഞാനും ആദ്യം ഇതുപോലെ പേടിച്ചിരുന്ന ഒരാളായിരുന്നു. പക്ഷെ ഞാനത് ചെയ്ത് കണ്ടപ്പോൾ എനിക്കത് നല്ല ഒരു ഇതായി തോന്നി കേട്ടോ. അപ്പോൾ അത് വേണ്ടാണ് നിങ്ങൾക്ക് കൂടി ഷെയർ ചെയ്യാമെന്ന് വെച്ചത്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അത്രയും ഉപകാരമുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ വീണ്ടും നല്ല അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.